ജനാർദ്ദനെ കോൺഗ്രസ് പുറത്താക്കി. പാർട്ടി അച്ചടക്കം ലംഘിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനം എടുത്തതിന്റെ പേരിലാണ് നടപടി എന്നത് പ്രധാനമാണ്. അദ്ദേഹം KPCC അംഗമാണ്. അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അർജുൻ കല്യാട്, അന്ത്യശാസനം നൽകിയിരുന്നു കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഈ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമെന്നുള്ളത്. അതിനുള്ള സമയവും കൊടുത്തിരുന്നു. പക്ഷേ കൊയ്യം ജനാർദ്ദൻ അതിന് വിധേയനായില്ല. നടപടിയും ഉണ്ടായിരിക്കുന്നു. മാധുർ, തീർച്ചയായിട്ടും പാർട്ടി തീരുമാനം അംഗീകരിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് പുറത്ത് എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയതാണ്. അത് തന്നെയാണ് ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നത്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. കൊയ്യം ജനാർദ്ദനൻ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഏത് നിമിഷവും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇന്ന് രാവിലെ പോലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ കടുത്ത നിലപാട്, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം തീരുന്നതിന് മുൻപ് തന്നെ ഈ പത്രിക പിൻവലിച്ചിട്ടില്ല എങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകുമെന്ന് ഉറപ്പിച്ചു തന്നെയായിരുന്നു KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയത്. അത് ഇപ്പോൾ ഈ നടപടിയിലൂടെ അന്വർത്ഥമാവുകയാണ്. ഈ പുറത്താക്കിക്കൊണ്ടുള്ള കത്തിൽ സണ്ണി ജോസഫ് ഒപ്പുവെച്ചിട്ടുള്ള ഈ കത്തിൽ പറയുന്നത്, പാർട്ടി അച്ചടക്കം ലംഘിച്ച് തളിപ്പറമ്പിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൊയ്യം ജനാർദ്ദനനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി അറിയിക്കുന്നു എന്നുള്ളതാണ് സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നാളെ ഇപ്പോൾ കൊയ്യം ജനാർദ്ദനൻ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. വാർത്താ സമ്മേളനത്തിൽ എന്തായിരിക്കും കൊയ്യം ഇനി പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കൊയ്യം ജനാർദ്ദനൻ പുറത്തേക്ക് പോയിരിക്കുന്നു. തളിപ്പറമ്പിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് കൊയ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇനിയിപ്പോൾ മത്സരം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മാത്രമല്ല, അതിന് വഴങ്ങാതെ വന്നതോടുകൂടി അന്ത്യശാസനം എന്ന നിലയ്ക്ക് സമയമടക്കം അനുവദിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, നേരത്തെ വിമത സ്ഥാനാർത്ഥികളായി നിന്നവർ പോലും കൊയ്യം ജനാർദ്ദനൻ അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കടുംപിടുത്തത്തിലേക്ക് പോയത്? കൊയ്യം ജനാർദ്ദനെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു, കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പാർട്ടിയുടെ അന്ത്യശാസനം ലംഘിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ നിലകൊണ്ടു എന്നയിടത്താണ് കോൺഗ്രസ് കൊയ്യം ജനാർദ്ദനെ പുറത്താക്കി തീരുമാനമെടുത്തത്. ഇത്ര സമയത്തിനുള്ളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണം എന്നുള്ള അന്ത്യശാസനം നൽകിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പുമായി മത്സരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കൊയ്യം ജനാർദ്ദനൻ തീരുമാനിച്ചത്. അർജുൻ കല്യാട് നമ്മളോടൊപ്പമുണ്ട്. അർജുൻ, എല്ലാ സമ്മർദ്ദവും പാർട്ടി ചെലുത്തി, എല്ലാവരും പിൻവാങ്ങണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ കടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നത്? അതായത് മാധു, CPIM-മായി വളരെയധികം ഏറ്റുമുട്ടിയ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. ആ കണ്ണൂരിൽ CPIM വിമതനായി മത്സരിക്കുന്ന അല്ലെങ്കിൽ CPM പാർട്ടി വിട്ട് പുറത്തേക്ക് വരികയും അങ്ങനെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത TK ഗോവിന്ദന് പിന്തുണ നൽകുകയാണ്, അല്ലെങ്കിൽ UDF പിന്തുണയ്ക്കുകയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് കൊയ്യം ജനാർദ്ദനൻ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. അതായത് CPIM വിട്ട് പുറത്തേക്ക് വന്ന ഒരാളെ UDF എന്തിനു വേണ്ടി പിന്താങ്ങണം എന്നുള്ളതായിരുന്നു കൊയ്യം ഉൾപ്പെടെ ഉയർത്തിയിട്ടുള്ള ചോദ്യം. ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ കൊയ്യം മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള വിജിൽ മോഹനനും തളിപ്പറമ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകുമെന്നുള്ള കാര്യം നേരത്തെ വ്യക്തമാക്കിയതാണ്. പക്ഷെ പിന്നീട് പാർട്ടി നേതൃത്വമൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ആ തീരുമാനത്തിൽ നിന്നും വിജിൽ മോഹൻ ഉൾപ്പെടെ പിന്മാറ്റാൻ വേണ്ടി കഴിഞ്ഞത്. എന്നാൽ കൊയ്യം ആ നിലപാടിൽ നിന്ന് ഉറച്ചു നിൽക്കുകയായിരുന്നു. അതായത് കൊയ്യം ഏറ്റവും അവസാനവും നമ്മളോട് സംസാരിക്കുമ്പോഴും പറഞ്ഞിരുന്നത്, ഞാൻ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു വാക്കുണ്ട്, ആ വാക്ക് പാലിക്കപ്പെടേണ്ടത് എൻ്റെ ബാധ്യതയാണ്. കാരണം CPM വിമതനായി മത്സരിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ CPM വിട്ട് പുറത്തേക്ക് വന്ന ഒരാളെ പിന്തുണക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാവുകയാണെങ്കിൽ താൻ മത്സരിക്കുമെന്ന് ആദ്യം പറഞ്ഞതാണ്. ആ നിലപാട് തന്നെയാണ് താൻ ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥിയെ നാളെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിക്കുമോ എന്നുള്ളത് കൗതുകമാണ്. ഒരു വിസ്മയം ഉണ്ടാകുമ്പോൾ മറ്റൊരു വിസ്മയം, ഒരു കൗണ്ടർ വിസ്മയം ഉണ്ടാകുന്നോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.